ഹലോ വെൽക്കം യു ഓൾ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ബികോമിൻ്റെ സബ്ജക്റ്റായ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ പ്രൈസിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് എന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ, പ്രൈസിംഗ് മെക്കാനിസം, മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ദ ഡിറ്റർമിനൻസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്നീ പോർഷൻസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം പ്രൈസിങ് എന്താണ്, ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് നമുക്ക് നോക്കാം. പ്രൈസിങ് എന്ന് പറയുന്നത് ഈസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ബിക്കോസ് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് പ്രൈസിങ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് ഇഫ് ദ പ്രൈസ് ഈസ് ടു ഹൈ, എ സെല്ലർ മേ ബി ത്രോൺ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റിന് പ്രൈസ് നമ്മൾ നിശ്ചയിക്കുമ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള പ്രോഡക്റ്റിനേക്കാളും കൂടിയൊരു വിലയ്ക്കാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ സെല്ലർ ആ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. കാരണം ദ പ്രൈസ് ഇസ് ടു ഹൈ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ടു ലോ ഇറ്റ് മേ നോട്ട് കവർ ദി കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ്. ഇനി നേരെ തിരിച്ച് അതുപോലെ തന്നെ പ്രൈസ് വളരെയധികം കുറച്ച്, ഇപ്പോൾ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവരുമല്ലേ മാർക്കറ്റിലേക്ക്, അപ്പോൾ പെട്ടെന്ന് ആളുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വളരെയധികം കുറച്ചാണ് നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടി വന്ന കോസ്റ്റ്, ആ പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് പോലും നമുക്ക് കവറപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് മീൻസ് നമ്മളൊരു പുതിയൊരു ലോഞ്ചിങ് പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമുക്കൊരു ഹ്യൂജ് ലോസ് സഫർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ therefore a sound pricing policy must be adopted to attain the objectives of the business. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്, അതായത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് ആണ് ഏതൊരു ഓർഗനൈസേഷൻ്റെയും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് പ്രൈസിങ് പോളിസി ആയിരിക്കണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഒരു പ്രൈസ് വളരെയധികം കൂടാനോ ടു ഹൈ ആവാനോ പാടില്ല, അല്ലെങ്കിൽ ടു ലോ ആവാനോ പാടില്ല. ടു ഹൈ ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് ആ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ദാറ്റ് മീൻസ് ആ സെല്ലർ മേ ബി thrown out of the market. And if it is too low, it may not be cover the cost of the product. അതുകൊണ്ട് പ്രൈസിംഗ് പോളിസി അല്ലെങ്കിൽ പ്രൈസിംഗ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു വളരെയധികം കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഒരു സൗണ്ട് പ്രൈസിംഗ് പോളിസിയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. The next point is price mechanism. Price mechanism refers to the operations of the forces of demand and supply. The price of any commodity in the market is determined by the general interaction of the forces of demand and supply. പ്രൈസ് മെക്കാനിസത്തെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും സപ്ലൈ എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് എത്രത്തോളം പ്രൈസ് വേണം, അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ചസ്, ഹൗ ടു ഫിക്സ് പ്രൈസ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നൊരു ഫാക്ടറാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും സപ്ലൈയും. That is, price mechanism refers to the operations of the forces of demand and supply. The price of any commodity in the market is determined by the general interaction of the forces of demand and supply. ഏതൊരു പ്രോഡക്റ്റിൻ്റെ കമ്മോഡിറ്റിയുടെ പ്രൈസിനെ, ഏതൊരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ സപ്ലൈയുമാണ് പ്രൈസ് മെക്കാനിസത്തെ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. Okay, then we will move on to market. A market is a place where goods are bought and sold. It is a place that brings buyers and sellers into contact with each other to exchange goods and services. അപ്പോൾ നമുക്കിനി മാർക്കറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേ ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. സിംപ്ലി അത്രേ ഉള്ളൂ. മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് വെയർ ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലേസ്, അതിനാണ് നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് എ പ്ലേസ് ദാറ്റ് ബ്രിങ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ, ഓർ ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ buyers and sellers are into close contact with each other and they will exchange their goods and services. ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നൊരു പ്ലേസിൽ വെയർ ബയേഴ്സ് അല്ലെങ്കിൽ വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരുമിച്ച് കൂടുന്ന ഒരു പ്രദേശവും, അല്ലെങ്കിൽ ആ പറയുന്ന പ്രദേശത്ത് അവരെന്ത് ചെയ്യും, ഗുഡ്സ് ആൻഡ് സർവീസസ്, അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഗുഡ്സ് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കോമൺ പ്ലേസിനെയാണ് നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് എന്നുകൊണ്ട് ഒരു ജനറൽ മീനിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ഇനി
മാർക്കറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇൻ ദ വേർഡ്സ് ഓഫ് ബെൻഹാം എന്ന് പറയുന്ന ആളാണ് നമ്മൾ ഈ പറയുന്ന ഡെഫിനിഷൻ നമുക്ക് തന്നേക്കുന്നത്. ഇൻ ദ വേർഡ്സ് ഓഫ് ബെൻഹാം, എ മാർക്കറ്റ് ഈസ് എനി ഏരിയ ഓവർ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഇൻ close touch with one another, either directly or through dealers, that the prices obtained in one part of the market affect the prices paid in other parts. That means, നമുക്കതിന് ഷോർട്ടായിട്ട് പറഞ്ഞു നോക്കാം. എ മാർക്കറ്റ് ഈസ് എനി ഏരിയ ഓവർ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഇൻ സച്ച് ക്ലോസ് ടച്ച് ടു വൺ അനദർ. മാർക്കറ്റ് എന്ന് പറയുന്ന പ്ലേസ്, ഇറ്റ്സ് എ പ്ലേസ്, അവിടെ എന്തുണ്ടാവും, ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ ഒരു ക്ലോസ് കോൺടാക്റ്റ്, പരസ്പരം ഒരു ക്ലോസ് കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നതോ, അവരെങ്ങനെയായിരിക്കും ക്ലോസ് കോൺടാക്റ്റ് ചെയ്യുന്നത്? ഏതർ ഡയറക്റ്റ്ലി, ഒന്നെങ്കിൽ അവർ നേരിട്ട് തന്നെ വരാം, അല്ലെങ്കിൽ ഓർ ത്രൂ ഡീലേഴ്സ്, ഇല്ലെങ്കിൽ അവരുടെ ഡീലേഴ്സുമായിട്ടായിരിക്കും അവിടെ കോൺടാക്റ്റ് വരുന്നത്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, അവിടെ മെയിനായിട്ട് വരുന്നത് അവിടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറുണ്ട്, പ്രൈസ്. ദാറ്റ് ദ പ്രൈസസ് ഒബ്റ്റെയിൻഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ മാർക്കറ്റ് അഫക്റ്റ് ദ പ്രൈസസ് പെയ്ഡ് ഇൻ അതർ പാർട്ട്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ പ്രൈസ് കൊടുക്കുകയും മറ്റൊരു സ്ഥലത്ത് നമ്മൾ പ്രൈസ് എന്ത് ചെയ്യണം, വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടിനും ആ മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യുന്നു. ബയ്യേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നു, സെല്ലേഴ്സ് ആണെങ്കിൽ അവർക്ക് പൈസ കിട്ടുന്നു, അല്ലേ? അതുപോലെ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ പ്രൈസസ് ഒബ്റ്റെയിൻഡ് ഇൻ വൺ പാർട്ട് ആൻഡ് ദ പ്രൈസസ് ഈസ് പെയ്ഡ് ഇൻ അനദർ പാർട്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെയുള്ളൊരു പ്ലേസിനാണ് നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് എന്ന് പറയുക. ഒന്നുകൂടെ നോക്കാം. ഇൻ ദ വേർഡ്സ് ഓഫ് ബെൻഹാം, എ മാർക്കറ്റ് ഈസ് എനി ഏരിയ ഓവർ which buyers and sellers are in such close touch with one another, either directly or through dealers, that the prices obtained in one part of the market affect the prices paid in other parts. Then next we will move into market structure. The meaning of market structure. Market structure is the organizational and competitive characteristics of a market and the selling environment in which a firm produces and sells its products. It refers to the nature and degree of competition in the market for goods and services. The structures of the market are determined by the nature of competition prevailing in a particular market. അപ്പോൾ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് നോക്കാം. മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് ദ ഓർഗനൈസേഷണൽ ആൻഡ് കോമ്പറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൻ്റെ ഓർഗനൈസേഷണൽ അല്ലെങ്കിൽ അത് എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് കോമ്പറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അതിൽ എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ആ കോമ്പറ്റീറ്റേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നൊരു പ്ലേസാണ് മാർക്കറ്റ് സ്ട്രക്ചർ, ഒരു എലമെൻ്റാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ സെല്ലിംഗ് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് എ ഫേം പ്രൊഡ്യൂസസ് ആൻഡ് സെൽസ് ഇറ്റ്സ് പ്രോഡക്ട്സ്. ഒരു മാർക്കറ്റ്, ആ മാർക്കറ്റിലെ ഒരു സെല്ലിംഗ് എൻവയോൺമെൻറ്റ്, ഒരു എന്താണ് വിൽക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ, ആ സാഹചര്യത്തിൽ ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും, പ്രോഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യുന്നു, എത്രത്തോളം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എത്രത്തോളം സെല്ലേഴ്സ് ഉണ്ട് എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചാണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഇരിക്കുന്നത്. ഓക്കെ, ഇറ്റ് refers to the nature and degree of competition in the market for goods and services. ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് അവർ പ്രൊഡ്യൂസ് ചെയ്ത സെല്ലേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് ഡീൽ ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയൊക്കെ ആ ഒരു നേച്ചർ, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ അവിടെയുണ്ട്, എങ്ങനെയുള്ള ആളുകളാണ് അവിടെയുള്ളത്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഓക്കെ, ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ മാർക്കറ്റ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ പ്രിവൈലിംഗ് ഇൻ എ പർട്ടിക്കുലർ മാർക്കറ്റ്. ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ നേച്ചർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മാർക്കറ്റ് സ്ട്രക്ചർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു പോളിസി എന്നൊക്കെ പറയുന്നത്, അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നൊരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ നിലവിലുള്ള കോമ്പറ്റീഷനാണ്. പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷനാണ്, അല്ലെങ്കിൽ സെല്ലേഴ്സ് തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ നിലനിൽക്കുന്നു, എത്രത്തോളം ബയേഴ്സ് ഉണ്ട്, എത്രത്തോളം സെല്ലേഴ്സ് ആ പർട്ടിക്കുലർ മാർക്കറ്റിലുണ്ട്, അതിനെല്ലാം ഡിറ്റർമിൻ ചെയ്താണ് ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പോൾ സിംപ്ലി ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, അതുപോലുള്ളൊരു മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ. ആ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ എത്രത്തോളം കോമ്പറ്റീഷൻ അവിടെയുണ്ട്, എത്രത്തോളം ടൈപ്പ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ് അവിടെ ഉള്ളത്, ആ പർട്ടിക്കുലർ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ നമ്പർ അനുസരിച്ചാണ് ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഡിസൈൻഡ് ആവുന്നത്. ഓക്കെ,
Then the next is the definition of market structure. The market structure is defined as the characteristics of the market, either organizational or competitive, that describes the nature of competition and pricing policy followed in the market. Then we will go on to market structure in the definition. The characteristics of the market. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ, ഒരു മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളാണ് മാർക്കറ്റ് സ്ട്രക്ചറിൽ വരിക. ഏതർ ഓർഗനൈസേഷണൽ ഓർ കോമ്പറ്റേറ്റീവ്, ഒന്നെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ എങ്ങനെ അത് രൂപപ്പെട്ട് വന്നു എന്നുള്ളതാവാം, അല്ലെങ്കിൽ അവിടെ എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാവാം. ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് പ്രൈസിങ് പോളിസി ഫോളോഡ് ഇൻ ദ മാർക്കറ്റ്. ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചറിൽ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാവണം അവിടുത്തെ പ്രൈസിങ് പോളിസി എന്നുള്ളതിനെയൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the major characteristics of the market are either organizational characteristics or competitive characteristics that describes the nature of competition and pricing policy followed in the market. ഇനി നമുക്ക് നോക്കാനുള്ള ഡിറ്റർമിനൻസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. മാർക്കറ്റ് സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ മാർക്കറ്റിൻ്റെയും സവിശേഷതകൾ ചില ഡിറ്റർമിനൻസ്, ചില ഫാക്ടേഴ്സ് മൂലമാണ് ഉണ്ടാകുന്നത്. അത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ സ്വഭാവ സവിശേഷതകൾക്ക് കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, നമ്പർ ആൻഡ് നേച്ചർ ഓഫ് സെല്ലേഴ്സ്. ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ബയേഴ്സ് ഉണ്ടാവും, സെല്ലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്പർ ആൻഡ് നേച്ചർ ഓഫ് സെല്ലേഴ്സ്. സെല്ലേഴ്സിൻ്റെ നമ്പറും അവരുടെ സ്വഭാവവും അല്ലെങ്കിൽ അവരുടെ നേച്ചറും എങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്നുള്ളതാണ്. Okay, the market structures are influenced by the number and nature of sellers in the market. They range from large number of sellers, imperfect competition, to a single seller in pure monopoly, to two sellers in duopoly, to a few sellers in oligopoly, and to many sellers of differentiated products. ഇനി നമ്മൾ സെല്ലേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയുള്ള സെല്ലേഴ്സാണ്? ഒന്നുകിൽ നമ്മൾ പറഞ്ഞു നമ്പർ ആൻഡ് നേച്ചർ, അവരുടെ നമ്പർ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദേ റേഞ്ച് ഫ്രം ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, ദാറ്റ് ഈസ് ഇൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സാണ്. ഒരു പ്രോഡക്റ്റിന് തന്നെ ഒത്തിരി പേര് അവിടെ സെല്ല് ചെയ്യാനായിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു സെയിം കാറ്റഗറി ഓഫ് പ്രോഡക്റ്റിന്. ടു എ സിംഗിൾ സെല്ലർ, ഒരേ ഒരു പ്രോഡക്റ്റിന് ഒരേ ഒരു സെല്ലർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറയുന്ന കോമ്പറ്റീഷനെ അല്ലെങ്കിൽ ആ പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചറിനെയാണ് മോണോപ്പൊളി എന്ന് പറയുക. മോണോപ്പൊളിയിൽ ഒറ്റ സെല്ലർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇഫ് രണ്ട് സെല്ലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഡ്യൂപോളി മാർക്കറ്റായിട്ട് മാറും. ടു എ ഫ്യൂ സെല്ലേഴ്സ്, ഇനി കുറച്ച് സെല്ലേഴ്സ് ഉണ്ട്, ഒത്തിരി സെല്ലേഴ്സ് അല്ല, കുറച്ച് സെല്ലേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന മാർക്കറ്റിൽ ഒളിഗോപ്പൊളി മാർക്കറ്റാണ്. ആൻഡ് ടു മെനി സെല്ലേഴ്സ് ഓഫ് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് അവിടെ എന്തുണ്ട്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനായിട്ട് മാറും. അപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ആണ് നമ്പർ ആൻഡ് നേച്ചർ ഓഫ് സെല്ലേഴ്സ്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ്. മെനി സെല്ലേഴ്സ്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മോണോപ്പൊളി. ആൻഡ് ടു സെല്ലേഴ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഡിയോപ്പൊളി. ആൻഡ് ഫ്യൂ സെല്ലേഴ്സ്, കുറച്ച് സെല്ലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒളിഗോപ്പൊളി. ഈ പറയുന്ന പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. The next determinant of market structure is number and nature of buyers. If there is a single buyer in the market, there is buyer's monopoly and is called monopsony market. There may be two buyers who act jointly in the market. This is called duopoly market. There may also be a few organized buyers of a product. This is known as oligopsony. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്പർ ആൻഡ് നേച്ചർ ഓഫ് ബയേഴ്സാണ്. നേരത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ആൻഡ് നേച്ചർ ഓഫ് സെല്ലേഴ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ എന്താണ്, ബയേഴ്സിൻ്റെ നമ്പർ ആൻഡ് നേച്ചറാണ് നോക്കുന്നത്. ഇഫ് ദർ ഈസ് എ സിംഗിൾ ബയർ ഇൻ ദ മാർക്കറ്റിൽ ഒരേ ഒരു സിംഗിൾ ബയറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ പറയുന്ന മാർക്കറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് മോണോപ്സോണി മാർക്കറ്റ്. ആൻഡ്
ഇഫ് ദെയർ ഈസ് 2 ബയേഴ്സ്, 2 ബയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ്റ്ലി ഒരു മാർക്കറ്റിൽ 2 ബയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിയോപ്സണി മാർക്കറ്റ് എന്ന് പറയും. ആൻഡ് ഇഫ് ദെയർ ഈസ് എ ഫ്യൂ ബയേഴ്സ്, കുറച്ച് ബയേഴ്സാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറയുന്ന മാർക്കറ്റിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഒളിഗോപ്സണി. അപ്പോൾ ഈ 3 പോയിൻ്റാണ് നമ്പർ ആൻഡ് നേച്ചർ ഓഫ് ബയേഴ്സിൽ നോക്കാനുള്ളത്. ഒറ്റ ബയർ ആണെങ്കിൽ മോണോപ്സണി, 2 ബയേഴ്സ് ആണെങ്കിൽ ഡിയോപ്സണി, ആൻഡ് ഫ്യൂ ബയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒളിഗോപ്സണി. ഈ 3 പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കണം. ദി നെക്സ്റ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് വീണ്ടും നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദ നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ് ഡിറ്റർമിൻസ് ദ മാർക്കറ്റ് സ്ട്രക്ചർ. ഇഫ് ദെയർ ഈസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, products are close substitutes and the market is characterized by monopolistic competition. ഒരു മാർക്കറ്റിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്, പ്രോഡക്റ്റ് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പറയുന്ന മാർക്കറ്റിനെ നമ്മൾ എന്താ പറയുക, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനാണ് ആ മാർക്കറ്റിലുള്ളത്, അല്ലെങ്കിൽ ആ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചറാണെന്ന് പറയാം. And in case no product differentiation, the market is characterized by perfect competition. അവിടെ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഒന്നുമില്ല, പ്രോഡക്റ്റിൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം പ്രോഡക്റ്റ്സ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റ് സ്ട്രക്ചറിനെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണ് പറയുന്നത്. ഇഫ് എ പ്രോഡക്റ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം അതർ പ്രോഡക്ട്സ് ആൻഡ് ഇറ്റ് ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ദർ ഈസ് പ്യുവർ മോണോപ്പൊളി ഇൻ ദി മാർക്കറ്റ്. ഇൻ കേസ് ഇനി പ്രോഡക്റ്റുകളിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റിലെ പ്രോഡക്റ്റുകൾ തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഫ്രം വൺ അനദർ, ഇപ്പോൾ പ്രോഡക്റ്റുകൾ തമ്മിൽ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുകയും ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അതിന് പകരം വയ്ക്കാനായിട്ട് വേറെ പ്രോഡക്റ്റുകളൊന്നും തന്നെ മാർക്കറ്റിൽ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റിനെ നമ്മൾ മൊണോപ്പൊളി മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് പ്രോഡക്റ്റിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിലും നമ്മൾ പറയുന്ന പോലെ മൂന്ന് ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറാണ് പ്രോഡക്റ്റിൻ്റെ ബേസിൽ വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇഫ് ദർ ഈസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, പ്രോഡക്റ്റുകൾ തമ്മിൽ വ്യത്യാസപ്പെടുകയും ഒരു പ്രോഡക്റ്റിന് മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റിനെ നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയും. ആൻഡ് സെക്കൻഡ് കേസിലാണെങ്കിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇല്ല, അങ്ങനെയാണെന്ന് പ്രോഡക്റ്റുകൾ തമ്മിൽ ഒരു ഡിഫറൻസിയേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റിനെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ ആൻഡ് ദർ ഈസ് എ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ പ്രോഡക്റ്റ് ആൻഡ് ദെൻ that market is known as monopoly in the market. അടുത്തതായിട്ട് മാർക്കറ്റ് സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് എൻട്രി ആൻഡ് എക്സിറ്റ് കണ്ടീഷൻ ഓഫ് ദ മാർക്കറ്റ്. ദ കണ്ടീഷൻസ് ഫോർ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് ഇൻ എ മാർക്കറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി ഓർ ലോസ് ഇൻ എ പർട്ടിക്കുലർ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ ഫേംസിൻ്റെ എൻട്രി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റിലേക്കുള്ള ഫേമുകളുടെ എൻട്രി എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം മാർജിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഇൻ കേസ് ഒരു മാർക്കറ്റിൽ വളരെ ലോസ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്താൽ അവിടെ ലോസേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒറ്റ ഫേമും നമ്മൾ ആ പർട്ടിക്കുലർ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് തയ്യാറാവില്ല. Profits in a market will attract the entry of new firms and losses lead to the exit of weak firms from the market. അതായത് പ്രോഫിറ്റ്സ് ഇൻ എ മാർക്കറ്റ് വിൽ അട്രാക്ട് ദ എൻട്രി ഓഫ് ന്യൂ ഫേംസ്. ഇഫ് എ മാർക്കറ്റ് ഈസ് ഫുൾ ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള മാർക്കറ്റാണ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ എൻട്രി ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റിലേക്ക് ഒത്തിരിയധികം ആളുകൾ അല്ലെങ്കിൽ ഒത്തിരിയധികം ഫേംസിനെ അട്രാക്ട് ചെയ്യാനും ആൻഡ് ഇഫ് അതൊരു ലോസ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ നിന്ന് ലോസ് അല്ലെങ്കിൽ ലോസ് ഫേസ് ചെയ്യുന്ന ഫേംസിനെ എല്ലാം മാർക്കറ്റിൽ നിന്ന് പുറന്തള്ളാനായിട്ട് അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് ആ പർട്ടിക്കുലർ മാർക്കറ്റ് ശ്രമിക്കും. ആൻഡ് ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ഈസ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു ഫേമിന് എൻട്രി ചെയ്യാനും ഏതൊരു ഫേമിന് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ. ബട്ട് ഇൻ മൊണോപ്പൊളി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒളിഗോപ്പൊളി ആണെന്നുണ്ടെങ്കിലും
ദർ ആർ ബാരിയേഴ്സ് ടു എൻട്രി ഓഫ് ന്യൂ ഫേംസ്. മൊണോപ്പൊളി ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ബയർ അല്ലെങ്കിൽ ഒറ്റ സെല്ലർ മാത്രമേ ആ പർട്ടിക്കുലർ മാർക്കറ്റിലുണ്ടാവുള്ളൂ. അപ്പോൾ ആ കേസിൽ പുതിയൊരു ഫേമിന് അങ്ങോട്ട് എൻട്രി ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുള്ള സ്ഥലത്തേക്ക് പുതിയൊരു ഫേമിന് എൻട്രി ചെയ്യാനായിട്ട് ഒത്തിരിയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഒത്തിരി സെല്ലേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് ഉണ്ടാകും. മൊണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലാണെങ്കിൽ ആ പർട്ടിക്കുലർ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഒരു കമ്പനിക്കും അല്ലെങ്കിൽ ഏതൊരു ഫേമിനും ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഫോർത്ത് മെയിൻ ആയിട്ടുള്ള പോയിൻ്റാണ് ഡിറ്റർമിനൻസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറാണ് എൻട്രി ആൻഡ് എക്സിറ്റ് കണ്ടീഷൻസ്. ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ഓർക്കാനില്ല. ഒരു കാര്യം ഓർത്താൽ മതി, പ്രോഫിറ്റബിലിറ്റി ഉള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ഫേമിനും ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ദേ ആർ ഫേസിങ് എ ഹ്യൂജ് ലോസ്, ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ നിന്ന് അവർ എക്സിറ്റ് പോകേണ്ടതായിട്ടും വരും. ഇനി എക്സിറ്റിൻ്റെ എൻട്രിയുടെ കേസിൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു കമ്പനിക്കും അല്ലെങ്കിൽ ഏതൊരു ഫേമിനും എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും സാധിക്കും. And in case of monopoly and oligopoly market ആണെങ്കിൽ there are some certain barriers to entry of new firms. The next point is economies of scale. Economies of scale എന്ന് പറയുന്നത് വലിയ വലിയ ഫേമുകൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് അനുപാതികമായി അവരുടെ കോസ്റ്റ് കുറയുകയും അതുവഴി അവർക്ക് ലാഭം നേടാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മാർക്കറ്റിൽ ചെറുകിട ഫേംസ് ഉണ്ടാവാം അല്ലെങ്കിൽ വൻകിട ഫേംസ് ഉണ്ടാവാം. ലാർജ് സ്കെയിൽ ആൻഡ് സ്മോൾ സ്കെയിൽ ഫേംസ്. ലാർജ് സ്കെയിൽ ഫേംസിന് പ്രോഫിറ്റബിൾ ആവാനുള്ള മേജറായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അത്രയും കൂടുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ ലാർജ് സ്കെയിലിൽ പ്രോഡക്റ്റ് ചീപ്പർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിനനുസരിച്ച് സ്മോൾ ഫേംസിന് അതിനനുസരിച്ച് അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കൂട്ടാനോ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് നടത്താനോ സാധിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഒരു മാർക്കറ്റിൽ ലാർജ് സ്കെയിൽ ഫേംസ് ആയിരിക്കും കൂടുതലായിട്ട് അവർ കോമ്പറ്റീഷൻ ചെയ്ത് മൊണോപ്പൊളിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നത്. ഒന്നെങ്കിൽ അപ്പോൾ ആ മാർക്കറ്റിൽ ലാർജ് സ്കെയിലായിട്ടുള്ള കമ്പനീസ് ഒന്നോ രണ്ടോ എണ്ണോ ഉണ്ടാവുള്ളൂ. അതായത് ഒന്നെങ്കിൽ മൊണോപ്പൊളി ആവാം അല്ലെങ്കിൽ ഒളിഗോപ്പൊളി ആവാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ പറയുന്ന എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനൻറ്റ് ഫാക്ടറാണ്. മാർക്കറ്റ് സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണ് ഇതും. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫേംസ് ദാറ്റ് അച്ചീവ് ലാർജ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ഇൻ പ്രൊഡക്ഷൻ ഗ്രോ ലാർജ് ഇൻ കമ്പാരിസൺ ടു അതേഴ്സ് ഇൻ ആൻ ഇൻഡസ്ട്രി. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനികൾക്ക് ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ സ്ട്രക്ചറിൽ വളരെയധികം ലാർജ് സ്കെയിൽ ഗ്രോ ചെയ്യാനും കമ്പയർ ടു അതർ ഇൻഡസ്ട്രീസ് മറ്റ് ഇൻഡസ്ട്രീസിനെ അപേക്ഷിച്ച് ഇവർക്ക് നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് ലീഡ്സ് ടു എമർജൻസ് ഓഫ് ഒളിഗോപ്പൊളി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തിലേക്ക് ലീഡ് ചെയ്യുമെന്ന് പറയുന്നത് ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സെല്ലേഴ്സ് മാത്രമേ ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ ഉണ്ടാവുകയുള്ളൂ. അതായത് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്മോൾ ഫേംസൊക്കെ ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ നിന്ന് ലെഫ്റ്റ് ഔട്ടായി പോകുന്നു. അതുകൊണ്ട് വലിയ ലാർജ് സ്കെയിൽ കമ്പനീസ് ഒന്നോ രണ്ടോ എണ്ണോ ഉണ്ടാവുന്നുള്ളൂ. ദാറ്റ് മീൻസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ അപ്പോൾ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു? ഒളിഗോപ്പൊളിയിലേക്ക് ലീഡ് ചെയ്യുന്നു. If only one firm attains economies of scale to such a large extent that it is able to meet the entire market demand, there is monopoly. If large scale പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനിക്ക് മാത്രമാണ് ചിലപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ആ പർട്ടിക്കുലർ എൻ്റയർ മാർക്കറ്റിൻ്റെ ഡിമാൻഡും ഈ പർട്ടിക്കുലർ കമ്പനിക്ക് തന്നെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏതിലേക്ക് പോകുന്നു? മൊണോപ്പൊളി മാർക്കറ്റിലേക്ക് പോകുന്നു. അതായത് ഒറ്റ സെല്ലർ മാത്രമേ ആ പർട്ടിക്കുലർ മാർക്കറ്റിലിപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ അല്ലെങ്കിൽ എത്രത്തോളം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി എത്രത്തോളം അവർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതും മാർക്കറ്റ് സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ പറയുന്ന 5 കാര്യങ്ങളാണ് ഡിറ്റർമിനൻസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്നുള്ള പോർഷനിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.